നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ, ഭാരതത്തെ ഇകഴ്ത്തിക്കാണിക്കാനാണോ രാഹുലിൻ്റെ വിദേശയാത്രകൾ? ഭാരതത്തിൻ്റെ പുരോഗതി അംഗീകരിക്കാതെ ചൈനയുടെ സാമ്പത്തിക വളർച്ചയിൽ അഭിമാനിക്കുന്ന രാഹുൽ, ഖലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന രാഹുൽ, US കോൺഗ്രസ് പ്രതിനിധിയും കടുത്ത ഇന്ത്യ വിരുദ്ധയുമായ ഇൽഹാൻ അബ്ദുല്ലാഹി ഒമറുമായും BNP നേതാവ് മുഷ്ഫിഖുൽ ഫസൽ അൻസാരിയുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. രാഷ്ട്രത്തിന് നിരക്കാത്തതല്ലേ രാഹുൽ ചെയ്യുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, BJP വക്താവ് ശ്രീ KVS ഹരിദാസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ മോഹൻ വർഗീസ്, രാഹുൽ ഗാന്ധി ഈസ് വിത്ത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രോ പാക് ISIS terror sympathizer Ilhan Omar in the US. She openly supports that Kashmir belongs to Pakistan. He is anti-India, pro-Pak with the Break India forces. ഇതൊക്കെയാണ് വിദേശ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ, വിദേശ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. വീണ്ടും ചോദിക്കുകയാണ്, രാഹുൽ വിഘടനവാദിയല്ലേ? കാരണം ആൻറ്റി ഇന്ത്യൻ ഫോഴ്സസുമായിട്ട് വിദേശ രാജ്യത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. കൃത്യമായിട്ടുള്ളൊരു സന്ദേശമല്ലേ നൽകുന്നത്? എന്തായിരിക്കും രാഹുലിൻ്റെ അജണ്ട? ശ്രീ അനിൽ, രസകരമായ കാര്യമെന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ കട രാഹുൽ ഗാന്ധി വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ ഭാരതത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നതിന് ശേഷം ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ മേലങ്കിയിൽ അദ്ദേഹം അമേരിക്കയിലും ഒരു സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുകയാണ്. ആ കടയിലേക്ക് കടന്നു വരുന്ന പലരും ഇന്ത്യ വിരുദ്ധരായി എന്നതാണ് പ്രത്യേകത. അതാണ് ശ്രീ അനിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഇൽഹാൻ ഒമർ. അവര് ഒരു സൊമാലിയൻ പശ്ചാത്തലമുള്ള അമേരിക്കൻ കോൺഗ്രസിലെ അംഗമാണ്. അവർ അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗമാണ്. കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗമാണ്. ഇപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് എന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു പശ്ചാത്തലം, നമ്മൾ ആരുമായി സംസാരിക്കുന്നു എന്നതും ആരോടൊപ്പം കാണപ്പെടുന്നു എന്നതും പലപ്പോഴും നമുക്ക് നിയന്ത്രണമുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധിക്കും ഒരു പക്ഷേ അതിന്റെ മേൽ പൂർണ്ണമായ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. പക്ഷെ വളരെ ബോധപൂർവമായ കൂടിക്കാഴ്ചയാണ് നടന്നത് എങ്കിൽ, ആ ലേഡിയുമായി നടന്ന കൂടിക്കാഴ്ച പശ്ചാത്തലം ഇതാണ്: ഇന്ത്യ വിരുദ്ധമായ ജൽപ്പനങ്ങൾ കൊണ്ട് ഇത്രയും കാലം ശ്രദ്ധ ആകർഷിച്ചിരുന്ന ആ ഒരു ഇൽഹാൻ ഒമർ, അവരൊരു പാക് പക്ഷപാതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വിഷയങ്ങളിലും, കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പാക് അനുകൂല നിലപാട് ചരിത്രപരമായി കൈക്കൊണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലേക്ക് 2022 ഒരു ഡെലിഗേഷൻ, അതായത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഒരു ഡെലിഗേഷനോടൊപ്പം സഞ്ചരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയ ഒരു ചരിത്രവും ആ ലേഡിക്കുണ്ട്. അത് മാത്രമല്ല, കാനഡ വിഷയത്തിൽ, നിജ്ജാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു. അത് മാത്രമല്ല, സിഖ് കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഭംഗ്യാന്തരേണ പറഞ്ഞു വെക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇൽഹാൻ ഒമറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെല്ലാം പുറമെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ സിഖ് ഖലിസ്ഥാൻ വാദി നേതാവ് ഗുർപട്വന്ത് സിംഗ് പന്നു വളരെയധികം അപകടകാരിയായ ഒരു സിഖ് നേതാവാണ്. ഖലിസ്ഥാൻ വാദത്തെ, ഇന്ത്യ വിരുദ്ധ പഞ്ചാബ് ഖലിസ്ഥാൻ വാദത്തെ ലോകവേദികളിൽ ഉയർത്തിക്കാട്ടുന്ന, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിടികിട്ടാനുള്ള ആളാണ് പന്നു വളരെയധികം എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇതൊരു കേവലം ആകസ്മികമായി സംഭവിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് സിഖ് കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ വേദിയുടെ തൊട്ട് മുൻപിൽ ഒരു സിഖ് തലപ്പാവണിഞ്ഞ, ടർബൻ അണിഞ്ഞ ഒരാളെ നിന്നു. അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ഒരു സിഖുകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ ചൂണ്ടി പറയുകയാണ്, താങ്കൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ടർബൻ, അത് മാത്രമല്ല കൃപാൺ, ഇതെല്ലാം തന്നെ നാളെ ധരിക്കാൻ അവസരം ലഭിക്കുമോ? ഇന്ത്യയിൽ ഇതുപോലെ ധരിച്ചുകൊണ്ട് സിഖുകാർക്ക് നടക്കാനാവുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം അമേരിക്കയ്ക്ക് വെളിപ്പെടുത്താൻ രാഹുൽ വിസമ്മതിക്കുന്നു. അല്ല എങ്കിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കാണിക്കുന്നു എന്നതാണ്. ഇതിനെല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭാരതത്തിലെ ജനതയെ
ഗവൺമെന്റ് രണ്ട് രീതിയിൽ കാണുന്നു. രണ്ടു തരം അല്ലെങ്കിൽ പലതരം പൗരന്മാരാണ്. ദക്ഷിണേന്ത്യയോട് മറ്റൊരു നിലപാട്, തമിഴ്നാടിനോട് മറ്റൊരു നിലപാട്, സിഖുകാരോട് മറ്റൊരു നിലപാട്. ഇവിടെ RSSന്റെ അജണ്ടയെ തുറന്നാക്രമിക്കുന്നു എന്ന വ്യാജേന അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു വേദിയായി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായുള്ള സംവാദം, രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, അല്ല എങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നത് വളരെ വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധത എന്നത് വാക്കുകളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്ന രീതിയിലാണ് രാഹുലിനെതിരെ ആരോപണം. നോക്കൂ, രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? അത് മാത്രമല്ല അതിശക്തമായി എതിർത്തിരിക്കുന്ന BJP നേതാക്കൾ ആരൊക്കെയാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ ഗിരിരാജ് സിംഗ്, ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, സിഖുകാരനായ ആളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൽഭാവം ധരിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ ഇതുവരെ അവസരം ഉണ്ടായിരുന്നു, യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അതുപോലെ RP സിംഗ്, അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രൂക്ഷമായ വിമർശനം. കേരളത്തിന്റെ തിരുവനന്തപുരത്ത് മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ വക അതിശക്തമായ വിമർശനം. കിരൺ റിജ്ജു, പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവിന്റെ ഭാഗത്തുള്ള വിമർശനം. അതുപോലെ അനുരാഗ് ഠാക്കൂർ, ഇതെല്ലാം പുറമെ സഞ്ജയ് നിരുപം എന്ന ശിവസേന നേതാവിന്റെയും വിമർശനം. അപ്പൊ വിമർശന ശരങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പാക് അനുകൂലമെന്ന് തോന്നാവുന്ന ഒരു നേതാവിനോടൊപ്പം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതും, അത് മാത്രമല്ല കനേഡിയൻ സെപ്പറേറ്റിസ്റ്റ് നേതാവ്, സിഖ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് സംസാരിച്ചതുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തിനെ വളരെയധികം കരുനിഴലിലാക്കി എന്ന് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. യെസ്, ഡോക്ടർ ഹരി, ഞങ്ങളുടെ ഈ സംവാദത്തിൻ്റെ ടൈറ്റിൽ ഇത് ഭാരതത്തിന് നിരക്കാത്തതല്ലേ രാഹുൽ എന്നുള്ളതാണ്. നോക്കൂ, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, ആ പത്രത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: അമേരിക്കൻസ് ആർ ആസ്കിങ് ഈസ് രാഹുൽ ഫ്രം ഇന്ത്യ ഓർ പാകിസ്ഥാൻ. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വരുന്ന നേതാവാണോ അതോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന നേതാവാണോ എന്ന് അമേരിക്കക്കാർക്ക് സംശയം. അത്രയും ദേശവിരുദ്ധ നിലപാടാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത്. ചില പരാമർശങ്ങളൊക്കെ ആവാം, ഓക്കെ, അത് അബദ്ധം പറ്റിയതാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത് ആവർത്തിച്ച് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ കടന്നാക്രമിക്കുകയാണ്. എന്താണ് അജണ്ട? ആരാണ് രാഹുലിനെ വിലക്കെടുത്തിരിക്കുന്നത്? Meet with a delegation of US lawmakers at the Rayburn House in the Washington DC. അപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് തന്നെ സൂചിപ്പിച്ചു അവരാരാണ് എന്നുള്ളത് സൂചിപ്പിച്ചു. അവരവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസിനകത്തുള്ള ഒരാളാണ്. അപ്പോൾ മോഹൻ വർഗീസ് അത് കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ കാണാൻ വരുന്നു, ഇറ്റ്സ് എ ഡെലിഗേഷൻ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന കുറച്ച് ആളുകളാണ്. അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ വിദ്യാർത്ഥികളെ കാണുന്നു, അതോടൊപ്പം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നു, പല സർവകലാശാലകളിൽ പോകുന്നു. അങ്ങനെ പല പരിപാടികളായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേര് അപ്പോയിൻമെൻറ്റ് ചോദിക്കും. അപ്പോൾ അതൊരു വ്യക്തിപരമായിട്ടല്ല, ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വനിത അതിൽ പങ്കെടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്, അവരെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, അവർ വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആരൊക്കെ വരുന്നു എന്നുള്ളത് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരവിടെ സംസാരിച്ചെന്താണ്? വി ഹാഡ് എ മീനിങ്ഫുൾ ഡിസ്കഷൻ അബൌട്ട് അവർ ഷെയർഡ് കമ്മിറ്റ്മെൻറ്റ് ടു ബിൽഡിംഗ് എ പ്രോഗ്രസീവ് ഫ്യൂച്ചർ ആൻഡ് സ്ട്രെങ്തനിങ് ദ ഇൻഡോ-US റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് ഊഷ്മളമായ ഒരു കാര്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രസീവായിട്ടൊരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ അവരവിടെ കൂടിയിരുന്നിട്ട് ഇന്ത്യയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ചല്ല ചർച്ച ചെയ്തത്. വാക്കതാണ്, പക്ഷേ പ്രവൃത്തി അതാണ്. അതൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ. നോക്കൂ, അദ്ദേഹം US ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചോട്ടെ, പക്ഷേ എന്തിനാണ് ഭാരതത്തെ ഇങ്ങനെ അടിക്കടി ഇകഴ്ത്തി കാണിക്കുന്നത്? അദ്ദേഹത്തിന് US എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ സമീപനമാണ്. ഇന്ത്യക്കകത്ത് നിന്ന് പറയാൻ പറ്റില്ല രാഹുലിന്, പുറത്തു നിന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. എന്തിനാണ് ഈ ദേശവിരുദ്ധത? എന്തിനാണ്? എവിടെയാണ് ദേശവിരുദ്ധത? അത് മാത്രമല്ലേ ഉള്ളൂ. നോക്കൂ, അദ്ദേഹം ഇന്ത്യയുടെ ശത്രുക്കൾ, അവരെ അംഗീകരിക്കുന്ന, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളുകളുമായിട്ടാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. BNP നേതാവ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ ഈ US കോൺഗ്രസിന്റെ പ്രതിനിധി ആ സ്ത്രീയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കും? എന്നിട്ട് ഒരു ഭാഗത്ത് പറയുന്നു ഇന്ത്യയുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള
ഇന്തോ US റിലേഷൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന അതൊക്കെ വിശ്വസിക്കുമോ? അല്ല, അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അല്ലെങ്കിൽ വിശ്വസിക്കാതിരുന്നോട്ടെ. നമ്മളിതിനകത്ത് ഇപ്പോൾ അനിൽ ഒരു നിലപാട് പറഞ്ഞു, എനിക്ക് ആ നിലപാടല്ലല്ലോ, ഞാനതാണ് എൻ്റെ നിലപാടാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഡോക്ടർ ഹരി, താങ്കൾക്ക് ദേശവിരുദ്ധ നിലപാട് സ്വീകരിക്കും? ഞാനോ രാഷ്ട്രീയം മറക്കുക, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് ശരിയാണോ? അല്ല, ഞാൻ ഇവിടെ ഡോക്ടർ ഹരി, താങ്കൾ നെഞ്ചി കൈവച്ച് പറ, താങ്കൾ ഒരു ഭാരതീയനാണെങ്കിൽ, ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിമാനിക്കുകയാണെങ്കിൽ, അഭിമാനപൂരിതമാണ് അന്തരംഗമെങ്കിൽ താങ്കൾക്ക് രാഹുലിന്റെ പരാമർശങ്ങളെ അംഗീകരിക്കാൻ പറ്റും? രാഹുൽ ഗാന്ധി രാജ്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനകത്താണെങ്കിലും ഇന്ത്യക്ക് വിദേശത്താണെങ്കിലും അദ്ദേഹം രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്നതായ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്നു. സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരോടും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ല, ഒരേ സമീപനമല്ല സ്വീകരിക്കുന്നത്. തെറ്റല്ലല്ലോ? തെറ്റാണോ? അല്ല, സിഖുകാർക്ക് തലപ്പാവും ആരുടെ കാലത്താണ് സിഖ് കൂട്ടക്കൊല നടന്നത്? കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് തലപ്പാവ് ധരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. എന്തിനാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല, അതിനകത്ത് മറുപടി പറയുന്നത് പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ള അവസരം തന്നതിന് ശേഷം അങ്ങനെ ഒരു ഇത് പറഞ്ഞോളൂ, ഞാനത് പൂർണ്ണമായിക്കോട്ടെ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിഖുകാർ അല്ലെങ്കിൽ ഒരു സിഖ് തലപ്പാവ് ധരിച്ചിട്ടുള്ള, കൃപാൺ ധരിച്ചിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിനെ സൂചിപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിലുള്ള അവസ്ഥ എന്താ? നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു സെക്കുലർ സമീപനമല്ല സ്വീകരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അത് രാഹുൽ ഗാന്ധിയല്ല, കോൺഗ്രസ്സുകാരെല്ലാവരും പറയുന്നത്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്, ഞാനടക്കമുള്ള ആളുകൾ പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് രാജ്യത്തിന് മതം ഇല്ല. രാജ്യം ഒരു സെക്കുലറായി നിലനിൽക്കേണ്ട ഒരു സമീപനമുണ്ട്. ആരോടും, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോടും ഒരു മൃദു സമീപനം സ്വീകരിക്കേണ്ട ആവശ്യം സ്റ്റേറ്റിനില്ല. എനിക്ക് പക്ഷേ എൻ്റെ മതത്തിൽ വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം, എല്ലാവർക്കും അത് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അത് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പറയുന്നതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ പുരോഗമനമാണ്. രാജ്യത്തിൻ്റെ പുരോഗമനം, രാജ്യം കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സജഷൻസും അദ്ദേഹം പാർലമെൻറ്റിലും പറയുന്നുണ്ട്. അത് വിമർശന രൂപത്തിലാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് അംബാനിമാർക്കോ അദാനിമാർക്കോ മാത്രം വളർച്ചയുണ്ടായാൽ പോരാ, ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരന് വളരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം. ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് നല്ല തൊഴിൽ ലഭിക്കണം. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ വളർന്നു വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളുടെ പക്ഷം പിടിക്കുന്നതിനാ? അല്ല, ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച അംഗീകരിക്കാതെ അതൊക്കെ അതിലൊന്നും കാര്യമില്ല. അദ്ദേഹം ഒരു ആശങ്ക പ്രകടിപ്പിച്ചതാണെന്ന്. അദ്ദേഹം നോക്കൂ, നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ഈ പറയുന്ന രാജ്യത്തെ, നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യം വളർന്നു പോകുന്നത് പോലെ അതിനേക്കാൾ മുകളിലേക്ക് നമ്മൾ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അല്ല, നോക്കൂ, അദ്ദേഹം നിങ്ങളതിനെ വളച്ചൊടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ആശങ്കയോടെ പറയും, നോക്കൂ, നമ്മുടെ മുമ്പിൽ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വളർച്ച നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സമീപനമല്ല സ്വീകരിക്കേണ്ടത്. നമ്മൾ അവരെ കടത്തിവെട്ടി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് വരണമെന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതെന്താ തെറ്റുള്ളത്? അതിൽ എന്ത് രാഷ്ട്രവിരുദ്ധതയാണുള്ളത്? രാജ്യം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതാണോ രാഷ്ട്രവിരുദ്ധത? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതത്തിന്റെ പുരോഗതി വളർച്ച എന്തുകൊണ്ട് അതിനെ ഇടിച്ചു കാണിക്കുന്നു? അതാണ് വിദേശ രാജ്യങ്ങൾ. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ആയിക്കോട്ടെ, ഡോക്ടർ മുഹമ്മദ് വർഗീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ താങ്കളായിക്കോട്ടെ, KVS ആയിക്കോട്ടെ, ആരാണെങ്കിലും കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് കണക്കുകളെന്ന് പറയുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നുണ്ടാക്കി വിടുന്നതല്ല. ഞാനത് പലപ്പോഴും പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. പുറത്തു വരുന്ന കണക്കുകളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം കൊടുക്കുന്ന കണക്കുകളും അല്ലെങ്കിൽ ലോകത്തു നിന്ന് പല രാജ്യങ്ങളും നൽകുന്ന കണക്കുകൾ അത് സമാഹരിച്ചിട്ടാണ് പലരും അത് പുറത്തുവിടുന്നത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് ഇപ്പോഴുള്ള നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ചൈനയേക്കാൾ പുറകിലാണെന്ന് പറയുന്നത് രാഷ്ട്രവിരുദ്ധതയാണോ? അത് യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞതിനകത്ത് നിങ്ങൾ രാഷ്ട്രവിരുദ്ധത കാണുന്നതിനാണ്. അതിനെ ഓവർകം ചെയ്യണം. എന്നിട്ട് എന്താ പറഞ്ഞത്? നോക്കൂ, അതിന് നമ്മൾ കടത്തിവെട്ടി മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യം
അതിന് ഈ സമീപനം പോരാ. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എല്ലാവർക്കും ഒരുപോലെ വളർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല. വിഭാഗം എന്ന് ഞാൻ പറയാൻ താങ്കൾ മതപരമായിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞ അദാനിയും അംബാനിക്കും മാത്രം വളർന്നാൽ പോലെ ഇവിടെ ശതകോടീശ്വരന്മാരുണ്ടായിട്ട് കാര്യമില്ല. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുണ്ട്. ആ 140 കോടി ജനങ്ങളിൽ ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ വിവിധ ഇതെല്ലാം അതിനനുസരിച്ചുള്ള മാറ്റം, അതിനുള്ള പോളിസീസ്, നിലപാടുകൾ ഉണ്ടാവണം. സ്വാതന്ത്ര്യം കിട്ടിയ മുതലേ നരേന്ദ്രമോദിയാണല്ലോ. അല്ലേ, ഞാനിപ്പോ നിങ്ങൾ അത് രണ്ടും കൂടെ പറയാതല്ലേ, ഏതെങ്കിലും ഒരെണ്ണം പറയും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തെ കുറിച്ച് അനിലൊരു സമയത്ത് പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ അനിൽ പറയുന്നത് കഴിഞ്ഞ 10 വർഷമല്ലേ ആയുള്ളൂ, അതിന് മുമ്പൊക്കെ ഞങ്ങളായിരുന്നു. അതാണ് ഞങ്ങളായിരുന്നു. ഞാൻ പറയുന്നത് എന്താണ്? അപ്പം അതുകൊണ്ട് ആ ഒരു സമീപനം, അപ്പം ഞങ്ങളുടെ സമീപനം ശരിയല്ല എന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങളെ രാജ്യത്ത് ഭരിക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾ മാറ്റുന്നേ, പക്ഷെ നിങ്ങൾ മാറ്റുന്നില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ പ്രാകൃതമായ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പ്രോഗ്രസീവായിട്ടൊരു സമീപനം നിങ്ങൾ രാജ്യത്തെടുക്കുന്നതിന് പകരം നിങ്ങൾ ഇപ്പോഴും ആളുകളെ തളച്ചിടുന്നത് എന്താണ്? മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തന്നെയാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന വിമർശനം. ആ വിമർശനത്തിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് പകരം ശ്രീ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രവിരുദ്ധനാക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഭാരതത്തിലെ വോട്ടർമാരൊക്കെ മണ്ടന്മാരാണ്. അല്ല, നോക്കൂ, ഭാരതത്തിലെ വോട്ടർമാരും മണ്ടന്മാരെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അല്ല, മതപരമായി മാത്രമേ അവർ ചിന്തിക്കുന്നു. അല്ല, നോക്കൂ സുഹൃത്തെ, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അത് അനിലിന്റെ വെർഷനാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു തരം മാത്രമാണ്. ഒറ്റ കാര്യം അല്ല, അദ്ദേഹം ഭാരതത്തെ കുറിച്ച് എന്തും പറയട്ടെ, പക്ഷേ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടില്ലേ സർ? അത് ഞാൻ പറയട്ടെ. അദ്ദേഹം ഭാരതത്തെ കുറിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് US-ലെ ഇന്ത്യൻ വംശജരുടെ ഇടയിൽ ആ യോജിപ്പ് എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ അംഗീകരിക്കാം, പ്രതിപക്ഷ നേതാവ് എന്ന് പറയും, ഓക്കെ, വിമർശിക്കാം, ഭരണ നേതൃത്വത്തെ വിമർശിക്കാം, ഓക്കെ. പക്ഷേ ഇന്ത്യയിൽ ഒരു നല്ലതും നടക്കുന്നില്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ കുത്തനെ താഴോട്ട് പോവുകയാണ്. മതപരമായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ, തീരുമാനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയില്ലേ? അദ്ദേഹം ഫണ്ടഡ് അല്ലേ? അതൊരു പുതിയ സാധനമാണ്. അപ്പൊ അത് കൊള്ളാം, ഫണ്ടഡ് എന്നാ ഞാൻ പറയട്ടെ. ഇപ്പം അനിൽ പറയുന്നതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അനിൽ പറയുന്നല്ലോ ഇപ്പൊ ഇത് ഫണ്ടഡ് ആണ് എന്ന് പറഞ്ഞു. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണമായിട്ട് മാത്രമേ ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഈ കാര്യങ്ങളെ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറയുന്ന വാക്കുകൾ സാഹചര്യം ബന്ധമില്ലേ? ഇല്ലല്ല, ഒരു ബന്ധമില്ല. ഞാൻ പറയാം 100% അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട. ഇപ്പം മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് എടുത്തതൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം എപ്പോഴൊക്കെ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഡൈവേഴ്സിറ്റിയിലാണ്. ഈ രാജ്യത്ത് ഒരു ഡൈവേഴ്സിറ്റിയാണ് ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര. ആ ഡൈവേഴ്സിറ്റി നിങ്ങൾ കൊണ്ടുവരണം. ആ ഡൈവേഴ്സിറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഏകത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തോട്ടുണ്ട്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് എല്ലാം ഡൈവേഴ്സിറ്റിയാണ് രാജ്യത്ത്. ആ ഡൈവേഴ്സിറ്റിയും മൾട്ടിപ്ലിസിറ്റിയും ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ നിലപാടിനെ സ്വീകരിച്ചല്ലോ. അങ്ങനെ പറഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത്? അദ്ദേഹത്തെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ തന്നെ പുറത്താക്കി, നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ പുറത്താക്കി. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? ആ കൈയിരിപ്പ് ശരിയാണെന്ന് അത് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 2 തവണ 2 സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ബംഗ്ലാവാണ് കൊടുത്തിരിക്കുന്നത്. ഇറക്കി വിട്ട സ്ഥലത്തിനേക്കാൾ വലിയ ബംഗ്ലാവാണ് ഇപ്പോൾ സർക്കാർ ചെലവിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ സർക്കാർ തന്നെ അത് ജനങ്ങളാണ് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയായിട്ടുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യമുള്ളത് കൊണ്ടല്ലേ? അദ്ദേഹം ഇപ്പോഴും പറയുന്ന കാര്യം എന്താണ്? രാജ്യത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ രാജ്യത്ത് മുഴുവൻ സ്നേഹത്തിന്റെ കട തുറക്കാൻ ആഗ്രഹിച്ച ആളാണ്. ആ സ്നേഹത്തിന്റെ കട തുറക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം ഇന്ത്യക്ക് മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, ലോകത്ത് മുഴുവൻ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതല്ലേ വേണ്ടത്? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മൃഗങ്ങൾക്കും ചെറികൾക്കും എല്ലാം ചേർത്തിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആശയം. ആ ആശയത്തിൽ ഒരു വെള്ളം ചേർക്കലും ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ആ ഹോളിസ്റ്റിക് അപ്രോച്ച് ശരിയാണെന്ന് ലോകത്തിന്റെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേൾക്കാൻ ക്ഷണിച്ചു വരുത്തുന്നത്. അല്ല അങ്ങോട്ട് പോയിട്ട് ഞാനോ അനിലോ ഇപ്പൊ പോയിട്ട് അമേരിക്കയിലെ സർവകലാശാലയിൽ പോയിട്ട് ഞങ്ങളെ ഒന്ന് സംസാരിക്കാൻ വിളിക്കൂ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള ഈ പത്രം
ഈ പത്രാത് BJP അല്ല നടത്തുന്നത്. നോക്കൂ, അവരുന്നയിച്ചിരിക്കുന്ന എൻ്റെ അല്ലേ ജനൻ TV പോലെ ഭാരതത്തിൽ നിന്നാണോ പാകിസ്ഥാനിലാണോ എന്ന് അമേരിക്കയിലെ ഇന്ത്യക്കാരിൽ സംശയം ഉണ്ടായിരിക്കുന്നു എന്ന് അവിടെയുള്ള ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത്രയുള്ള ജനൻ TV പോലെ ചില ആളുകൾ അത് വിശ്വസിക്കുന്നു. അവിടെയും എന്നെ ഞാൻ വിശ്വസിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോയിലും അങ്ങനെ ജനൻ TV വിശ്വസിക്കുന്നത് പോലെ ചില ആളുകൾ വിശ്വസിക്കുന്നു. ലോകത്തെ മൊത്തം പത്രങ്ങളല്ലല്ലോ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു പത്രമല്ലല്ലോ റിപ്പോർട്ട് ചെയ്തത്. പോട്ടെ, ഒറ്റ കാര്യം കൊണ്ട് ഞാൻ എനിക്കൊരു മിനിറ്റ് കൊടുത്തരണം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി ഈ നിലപാട് സ്വീകരിച്ചത് ഇപ്പം മാത്രമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള നിലപാടാണ്. അത് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ടാകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ. ഇന്ത്യയുടെ നമ്മൾ പറയുന്ന സംസ്കാരം അതാണല്ലോ. ഇനി അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള അവസരമാണ് രാജ്യത്തെ സർക്കാരിനുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ചൈനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ചൈന ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് നല്ലതല്ല, നമ്മൾ ചൈനയെ കടിഞ്ഞാണിടണം, അവരെക്കാൾ മുന്നോട്ട് നമുക്ക് പോകണം, പക്ഷെ അത് ഈ ശൈലി വെച്ച് മുന്നോട്ട് പോയാൽ പറ്റില്ല, നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, KVS മറുപടി പറയാൻ താങ്കൾ സജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ KVS ഹരിദാസ്, ഇൽഹാൻ അബ്ദുല്ലാഹി ഒമറുമായും BNP നേതാവ് മുഷ്ഫിഖുൽ ഫസൽ അൻസാരിയുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞാൻ ശ്രീ ഹരിയോട് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് മറുപടിയില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പന്നനായിട്ടുള്ള പന്നൂൻ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പൊക്കി നടക്കുക. അപ്പോൾ വിദേശത്തും സ്നേഹത്തിൻ്റെ തട്ടുകട തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം രാഹുലിൻ്റെ ഈ പരാമർശങ്ങളെ കണ്ടാൽ മതി എന്നാണ് ഡോക്ടർ ഹരിയുടെ പക്ഷം. എങ്ങനെ കാണുന്നു KVS ഹരിദാസ്? അല്ല, അനിൽ നമ്പ്യാർ, ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് ഈ ചർച്ചയ്ക്ക് വരുന്ന വിദ്യാഭ്യാസമുള്ള മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ശ്രീഹരി. അദ്ദേഹം ദൗർഭാഗ്യവശാൽ ഇന്ന് വളരെയേറെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. സാധാരണ നിലയ്ക്ക് ഒരു ഇന്ത്യൻ പൗരന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ ശ്രീ മോഹൻ വർഗീസ് അതിൻ്റെ വ്യക്തം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യ വിട്ട് പുറത്ത് പോയാൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന സമീപനം എന്താ? അത് ഇന്ത്യ വിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്. ഇന്ത്യക്ക് എതിരായിട്ട് പടപൊരുതുന്ന ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു അപക്വതയുണ്ടാകാം, അല്ലെങ്കിൽ ഇവിടെ തുടർച്ചയായി അനുഭവിച്ച 3 പരാജയങ്ങളിൽ നിന്നുണ്ടായ ഒരു പരിഭ്രാന്തിയും ഉണ്ടാകാം, രാഷ്ട്രീയ പരിഭ്രാന്തി. ഇന്നിപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഞാൻ മറ്റേ കൂടിക്കാഴ്ചയിലേക്ക് പിന്നീട് വരാം. അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഇന്ത്യയിൽ സിഖ് സേഫ് അല്ല. ഇന്ത്യയിൽ സിഖുകാർ സേഫ് അല്ല, അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ്. അകാലിദളിനെ തകർക്കാൻ വേണ്ടി പഞ്ചാബില് ഭിന്ദ്രൻവാലയെ പാലൂട്ടി വളർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. അവസാനം എന്താണ് ഉണ്ടായതെന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതേ സിഖ് കലാപകാരികളെ കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം അവസാനിച്ചത്. നമുക്കതിലൊക്കെ ദുഃഖമുണ്ട്. അതേപോലെ തന്നെ LTT മറ്റൊരു വിഘടനവാദ ശക്തികളാണ്. ആ LTTക്കാരെ കൊണ്ട് കൊല്ലപ്പെട്ടതാരാ? അപ്പോൾ വിഘടനവാദം എന്നും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഈ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്, അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഇത്തരം അറിയപ്പെടുന്ന വിഘടനവാദ ശക്തികളുമായിട്ട് താലോലിക്കാൻ, അവരെടുക്കുന്ന നിലപാടുകൾ പങ്കുവയ്ക്കാൻ, അവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഏറ്റുപാടാൻ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ തയ്യാറായാൽ അതിനെ അപകടത്തോടെ കാണാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയേണ്ടതാണ്. കോൺഗ്രസ്സുകാരത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതല്ലേ? അതെന്താ ഇവിടെ സംഭവിക്കാത്തത്? ഹരിയെ പോലുള്ളവർക്ക് അത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്?
ഖാലിസ്ഥാൻ പക്ഷപാതവാദിയാണ് ആ പന്നു എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ദിവസം UN സമ്മേളനത്തിന് അമേരിക്കയിൽ ചെല്ലുമ്പോൾ, ന്യൂയോർക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ നരേന്ദ്രമോദിയെ നേരിടുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ്. ഖാലിസ്ഥാൻ ഫോഴ്സിന്റെ നേതാവാണ്. അയാളുടെ നിലപാടാണ് അമേരിക്കയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി ഏറ്റുപാടിയത്. അത് രാജ്യത്തിന് സ്വീകാര്യമാണോ? കോൺഗ്രസ്സുകാർക്ക് സ്വീകാര്യമാണോ? ഇന്ന് ഡൽഹിയിലെ സിഖുകാർ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എടുത്ത നിലപാടിനെ പുച്ഛിത്തള്ളിക്കൊണ്ട്. ഇതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും വലിയ സിഖ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാണ്? ഒന്ന് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ കയറി പട്ടാളത്തെ അയച്ച് നടത്തിയ കൂട്ടക്കൊല. ഭിന്ദ്രൻവാല അടക്കമുള്ളവരെ കൊന്നത് കോൺഗ്രസ്സുകാരാ, കോൺഗ്രസിന്റെ ഭരണകാലഘട്ട. അത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള അക്രമമാണ് എന്ന നിലയിൽ രാജ്യം മുഴുവൻ സ്വീകരിച്ചതുമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ 84 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന കൂട്ടക്കൊലയോ 4500 സിഖുകാരെയാണ് തെരുവിൽ വെട്ടിനുറുക്കിയിട്ടത്. അത് പട്ടാളമല്ല, കോൺഗ്രസ്സുകാരാ, കോൺഗ്രസിന്റെ ഗുണ്ടാസംഘമാ. കമൽനാഥ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നും ജഗദീഷ് ടൈറ്റിലറെ പോലെ, സജ്ജൻ കുമാറിനെ പോലുള്ളവർ കുറെ പേര് ജയിലിലുണ്ട്, ചിലർ വിചാരണ നേടുക, അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരാ. അപ്പോൾ 84 മുതൽ 2024 വരെ ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനും വിചാരണ തടസ്സപ്പെടുത്താനും ഒക്കെ കോൺഗ്രസ്സുകാരും അവരുടെ ശിൽബന്ധികൾക്കും കഴിഞ്ഞു. മോഡി വന്നതിന് ശേഷമാണ് സിഖുകാർക്ക് ന്യായം കിട്ടിയത്. അവരെ സംരക്ഷിക്കാൻ തയ്യാറായത് മോഡി വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് SIT രൂപീകരിച്ച് അന്വേഷണം നേരായ പാതയിലൂടെ പോയത്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ ടർബൻ ഉപയോഗിക്കാൻ പറ്റൂല, സിഖുകാർക്ക് നാട്ടിൽ നടക്കാൻ കഴിയില്ല എന്ന്. ഇത് ആരുടെ വാദമാണ്? ഇത് ഇന്ത്യയെ വിഭജിച്ച് ഖാലിസ്ഥാൻ ഉണ്ടാക്കണം എന്ന് വാദിക്കുന്നവരുടെ നിലപാടാണ്. അതാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത് വിദേശത്ത് പോയിട്ട്. ഇത് രാജ്യദ്രോഹമല്ലെങ്കിൽ, രാഷ്ട്രവിരുദ്ധത അല്ലെങ്കിൽ, ഇത് ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ വേറെ എന്താണെന്നുള്ളത് വിശദീകരിക്കൂ. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ രാജ്യത്തിനാവില്ല. അതിൻ്റെ പ്രതികരണം ഈ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ഭരണാധികാരികളിൽ നിന്നുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി ആവർത്തിക്കാം. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചു, ഞങ്ങൾ മതത്തിനെതിരാ. എല്ലാവർക്കും മതവിശ്വാസമാകാം. ഇവർ ഗാന്ധിജിയെ തള്ളി പറയുകയല്ലേ ശരിക്ക്? ഇന്ത്യയുടെ സെക്കുലറിസത്തിന്റെ കൺസെപ്റ്റ് എന്താ? ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ കൺസെപ്റ്റിനെയല്ലേ കോൺഗ്രസ് ഇപ്പൊ തള്ളി പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്ന നിലപാടാണിത്. ഇത് ജിഹാദികൾ എടുക്കുന്ന നിലപാടാണ്. ഇവിടുത്തെ IS-കാരും അതുപോലുള്ള ജിഹാദി ശക്തികൾ എടുക്കുന്ന നിലപാടാണ്. മതത്തിലെ വിശ്വാസമില്ലെങ്കിൽ, ഞങ്ങൾ എല്ലാ മതങ്ങളെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ രാഹുൽ ഗാന്ധി ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്തും മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കാലത്തും ഭസ്മം കുറിയിട്ട് കാവ്യം പൊതിച്ച് രുദ്രാക്ഷം ഇട്ടുകൊണ്ട് നടന്നത്? എന്തിനാ കാശ്മീരിൽ പോകുമ്പോൾ മറ്റേ മുസ്ലിമിന്റെ തൊപ്പി വയ്ക്കുന്നത്? ഇതൊക്കെ രാജ്യം കണ്ടിട്ടില്ലേ? അവസരവാദപരമായ നിലപാടുകളാണ് കോൺഗ്രസ് എന്നും എടുക്കുന്നത്. അത് അത്യാവശ്യം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അല്പശ്രമമാണ്. പക്ഷെ 3 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തിനെ തോപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ തോപ്പിച്ചു. 3 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസിന് ലോക്സഭയിൽ കിട്ടിയത് 100 സീറ്റിൽ താഴെയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പരാജയപ്പെട്ട ഒരു സംവിധാനമാണുള്ളത്, രാഷ്ട്രീയ സംവിധാനം. ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിയതാ. എന്നിട്ടാണ് വിദേശത്ത് പോയിട്ട് ഇന്ത്യയെ നന്നാക്കാൻ എന്ന് പറഞ്ഞിട്ട് കള്ളപ്രചരണം നടത്തുന്നത്. അഴിമതിയിൽ കുളിച്ച അഴിമതിയിൽ കുടിച്ച കുടുംബമാണിത്. സർവത്ര അഴിമതി നടത്തിയ കുടുംബമാണ്. ഈ ഇന്ത്യയെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കുടുംബമാണ്. അവരാണ് ഇന്നിപ്പോൾ ചൈനയുടെ ദല്ലാളന്മാരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. പക്ഷേ ഇവരുടെ അഴിമതി കഥകൾ ഇന്ന് രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്. എത്ര കേസുകളുണ്ട് ഇവർക്കെതിരായിട്ട്? ഇവരുടെ സമ്പാദ്യം നോക്കിയാൽ മതി. എന്ത് പണിയെടുത്തിട്ടാ ഇവർക്ക് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്?
എന്ത് പണിയെടുത്തിട്ടാ ഇവര് കോടാനുകോടിയുടെ സ്വത്തുണ്ടാക്കിയിട്ടുള്ളത്? ഇതൊക്കെ രാജ്യം കാണുന്നുണ്ട്. രാജ്യത്തെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത് കോൺഗ്രസ്സുകാർ. അത്രേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. യെസ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, ഈ ഡോക്ടർ ഹരിയുടെ പാർട്ടിക്കാർ അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായേനെ അല്ലേ? ഉറപ്പായും തൂക്കി വിറ്റേനെ. നോക്കൂ, ഇപ്പോൾ രാഷ്ട്രീയമായ അപക്വത കാരണം പല അബദ്ധങ്ങളിൽ ഇദ്ദേഹം ചെന്ന് ചാടിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത് അപക്വമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് കൃത്യമായിട്ട് ആരുടെയോ കുഴലൂത്തുകാരനായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുകയില്ലേ? കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുടെ പുറത്ത് തന്നെയല്ലേ? വിമർശനങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ ഡോക്ടർ മോഹൻ വർഗീസ്? ഇദ്ദേഹത്തെ ആരോ ഫണ്ട് ചെയ്യുന്നതല്ല, മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ അന്വേഷിക്കണ്ടേ? ഇദ്ദേഹം ചിലപ്പോൾ ഒരൊറ്റ മുങ്ങലാണ്, എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല. ഇനിയെങ്കിലും അദ്ദേഹം ഇവിടെ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇനിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ സുതാര്യമാണോ? ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഈ യാത്രകളുടെ ഉദ്ദേശം? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു 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 നിരീക്ഷണം നടത്തേണ്ടതല്ലേ അല്ലേ? ഇറ്റ് ഈസ് ഹൈ ടൈം, ഐ തിങ്ക്. രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും അവരുടെ ജീവിതം പൊതുവെ തുറന്ന പുസ്തകമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഗാന്ധി നെഹ്റു ഫാമിലി ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്താണ്. 4-5 തലമുറയായി ആ ഫാമിലിയുടെ ആളുകൾ, മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി, അതിനോടൊപ്പം ഇടയ്ക്ക് സഞ്ജയ് ഗാന്ധി, അങ്ങനെ ആ രാഷ്ട്രീയ കുടുംബം എന്ന് പറയാവുന്ന ആ ഒരു രാഷ്ട്രീയ കുടുംബം, അതിന്റെ ഇളമുറ ആളാണ് രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഫസ്റ്റ് കസിനായ സഞ്ജയ് ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി. ഇവരുടെയൊക്കെ ജീവിതം തീർച്ചയായിട്ടും മാധ്യമങ്ങളും നിരീക്ഷകരും എല്ലാം തന്നെ കൃത്യമായി നോക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എന്താ പറയുക, ഒരു പക്വമതി അല്ലാതെ ഇരുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ്ക്ട് അനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നേരം അതിനൊരു പഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് രാഹുൽ റീലോഡഡ് എന്നാണ് കോൺഗ്രസ് പൊതുവെ പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം വളരാനുള്ള ശ്രമമാണ്. കാരണം രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല, ഇപ്പോൾ ഒരു ഇരുത്തം വന്ന പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഗംഭീരമായ പ്രസംഗങ്ങൾ നടത്തുന്നു, സദസ്സിനെ കോരിത്തെരിപ്പിക്കുന്നു. പക്ഷെ അദ്ദേഹം സെലക്ട് ചെയ്ത വെന്യൂ, അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ നടത്തിയ കടന്നാക്രമണത്തെ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. കാരണം അതൊരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണ്. അദ്ദേഹം കാട്ടിയ ചില കൾച്ചറൽ ഉദാഹരണങ്ങൾ, അതിൽ ചില പാളിച്ചകൾ ആരോപിക്കാമെങ്കിൽ പോലും അതിന്റെ ടോണും ടെനറും ഒന്നും തന്നെ ഒബ്ജക്ഷനബിൾ ആയിരുന്നില്ല. അതങ്ങനെ തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അതേ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മറന്നുകൊണ്ട്, ഇത് മറ്റൊരു രാജ്യത്താണെന്ന് ഓർക്കണം, അമേരിക്കയോടൊപ്പം തന്നെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഭാരതം, അമേരിക്കയിൽ ചെന്ന് ഭാരതത്തിന്റെ അവസ്ഥ, ഞങ്ങളുടെ കുടിയിലെ അവസ്ഥ ഇതാണ് എന്ന് പറയേണ്ട ഒരു ഗതികേടോ ദാരിദ്ര്യമോ ഇന്ന് ഭാരതത്തിലില്ല എന്നതാണ് വാസ്തവം. പക്ഷെ അത് മറന്നുപോയിക്കൊണ്ട് ഒരുപക്ഷെ മ്യാൻമാറിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വേണമെങ്കിൽ ഓങ് സാങ് സൂക്കിക്ക് അമേരിക്കയിലോ എവിടെയെങ്കിലും ചെന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു മർദ്ദക ഭരണകൂടമാണ്, അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ദൈനംദിനം നടക്കുന്നു എന്ന് വേണമെങ്കിൽ മുറവിളി കൂട്ടാം. പക്ഷെ ഭാരതം അങ്ങനെയല്ല, ഒരു സർട്ടൻ റേഞ്ചിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇനി നോക്കൂ, മറ്റൊരു രീതിയിൽ ഇതിനെ ഒന്ന് ചിന്തിക്കാം. അമേരിക്കയുടെ പ്രതിപക്ഷത്തുള്ള പാർട്ടി, അമേരിക്ക ഒരു പാർലമെന്ററി ജനാധിപത്യമല്ല എങ്കിലും ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കൾ ആരെങ്കിലും, ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഭാരതത്തിൽ വന്ന് അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ അല്ലെങ്കിൽ അവരുടെ പിണിയാളുകൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, അവിടെ സ്വൈര ജീവിതം സാധ്യമല്ലാത്ത രീതിയിൽ അമേരിക്ക കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് എന്ന് ഇവിടെ പറയുമോ, പറഞ്ഞിട്ടുണ്ടോ? ഒരു രാജ്യത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്ത് നടക്കുന്നത് ഒരുപക്ഷെ കുറെയെല്ലാം വാസ്തവം ഉണ്ടാകാം, ഇവിടെ വിവേചനങ്ങൾ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അത് ഭാരതത്തിൽ അത് പറയാനുള്ള അന്തരീക്ഷമുണ്ട്. ഒരു ജനാധിപത്യ ഭാരതമാണ്. അവിടെ മാധ്യമങ്ങളെ കൂച്ചുവിലം ഇടുന്നു എന്ന് പറയുമ്പോഴും മാധ്യമങ്ങളെ കൂച്ചുവിലം ഇട്ട ഭാരതത്തിലാണ്. ഇങ്ങനെ പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചികയിൽ ഭാരതം താഴെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും സർക്കാരിനെ തുറന്നാക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്നതാണ്. മാധ്യമങ്ങൾ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികളല്ലേ, അപ്പൊ അതുകൊണ്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട്
ഇവിടെ എല്ലാം തന്നെ അവതാളത്തിലായി എന്ന് അമേരിക്കയിൽ ചെന്ന് പറയുമ്പോൾ അതിന്റെ ദുസ്സൂചന എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അറിഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പൂർണ്ണമായി എനിക്ക് സമ്മതിച്ചു തരാനാവില്ല. കാരണം അതൊരു അറിവുകേടാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരുടെ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ഉപദേശകർ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സെലക്ഷൻ ഓഫ് ദ വെന്യൂ. അമേരിക്കയിലാണ് നിൽക്കുന്നത്, അമേരിക്കയിൽ ആരോടാണ് സംസാരിക്കുന്നത്, അതും വളരെ പ്രധാനമാണ്. അമേരിക്കയുടെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മളിപ്പം ശ്രീ അനിൽ തന്നെ സൂചിപ്പിച്ച മാധ്യമം അതിവിടെ ആഘോഷിക്കുകയാണ്. പാക് അനുകൂല പ്രസ്താവന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്ന രീതിയിൽ അവിടെ സംസാരിക്കുമ്പോൾ ആ രീതിയിലേക്ക് സംസാരങ്ങൾ പോകാതെ ഭാരതത്തിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച്, ഭാരതത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചറിനെ കുറിച്ച്, സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച്, ആ സാംസ്കാരിക വൈവിധ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഒരു വ്യംഗ്യമായ ഒരു ക്രിറ്റിസിസം, ഒരു കാര്യം നമ്മൾ വിമർശിക്കുമ്പോഴും അതിനകത്ത് മിതത്വം പാലിക്കുക എന്ന ഒരു സാമാന്യ ബോധം, അതാണ് ഔചിത്യം എന്ന് പറയുന്നത്. അതാണ് ഒരു സ്റ്റേറ്റ്സ്മാനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുന്നത് വളരെ ഉയരത്തിലാണ്. കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഔപചാരികമായി ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അപ്പൊ ആ ഒരു പക്വതയും ആ ഒരു സ്റ്റെബിലിറ്റിയും നമ്മൾ വന്നു എന്ന് വിചാരിച്ചിടത്ത് ഇപ്പോൾ അമേരിക്ക സന്ദർശനം കൊണ്ട് ഈ കേവലം 3 ദിവസം കൊണ്ട് തൊടുന്നതെല്ലാം പിഴച്ചു എന്നല്ല, രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഒഴിവാക്കാമായിരുന്ന പല പരാമർശങ്ങളും രാഹുൽ ഗാന്ധി തന്റെ നേട്ടമാണ് എന്ന രീതിയിൽ അതിനെ കരുതിയപ്പോഴാണ് ഇത്രയും വിവാദം ഉണ്ടായത്. ഈ വിവാദം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി തീർച്ചയായും ഇന്ത്യയിലെ BJP അതിൽ പ്രതിഷേധിക്കും എന്ന് അറിയാനുള്ള ഒരു സാമാന്യ ബോധമുണ്ടായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തി കടന്നാക്രമിക്കാമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുത്ത വേദിയോ സമയമോ സാഹചര്യമോ ഉചിതമായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യെസ് ഡോക്ടർ ഹരി, എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല? ഇപ്പോൾ നോക്കൂ, അവിടെ ഈ സിഖ് സമുദായം അവർ നരേന്ദ്രമോദി വന്നതിന് ശേഷം അവർക്ക് അവരുടെ തലപ്പാവ് വെച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അവരുടെ കൃപാണം വെച്ച് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പരാമർശം ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങനെ പ്രസ്താവന ഇറക്കാനുള്ള ചങ്കൂറ്റം രാഹുലിനുണ്ടോ? നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല അബദ്ധങ്ങളും അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് പൊളിറ്റിക്കൽ ഗെയിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? കൂടുതൽ അകറ്റുകയല്ലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ദേശസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും വിദേശത്ത് പോയി, വിദേശത്ത് എന്ന് ഇദ്ദേഹം ചെന്നിറങ്ങുന്നോ അന്നെല്ലാം ഭാരത വിരുദ്ധ പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. വൈ? എന്തുകൊണ്ടാണ് പുറത്തു പോകുമ്പോൾ ഇങ്ങനെയുള്ള കടുത്ത പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അത് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനാണ്, ആരെയൊക്കെയോ സുഖിപ്പിക്കാനാണ്, ആരെയൊക്കെയോ പ്രീണിപ്പിക്കാനാണ്. അത് വെച്ച് നോക്കുമ്പോഴാണ് ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തികളുടെ സ്വഭാവം കൂടി അത് കൂട്ടി വായിക്കുമ്പോഴാണ് ഈ അജണ്ട എന്താണെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട് ഡോക്ടർ ഹരി. ആ വിവരം വെച്ച് ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന്. രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഈ നിലപാടുമായിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ നിലപാട് കൂടിയാണോ? നോക്കൂ, 2 കാര്യങ്ങളാണ് എനിക്ക് മറുപടി പറയാം. ഒന്ന് അനിൽ ചോദിച്ച ചോദ്യവും പിന്നെ KVS ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചതുകൊണ്ട് അത് രണ്ടാമത് ഞാൻ പറയാം. ആദ്യം പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം അനിൽ ചോദിച്ച മറുപടിയാണ്, ചോദിച്ചതിനുള്ള മറുപടിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അങ്ങ് കുറച്ചു കാലമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KVS അല്ല, ഈ ഇന്നത്തെ ചർച്ചയിലുള്ള ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണാം. സാധാരണ ശ്രീ അനിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരാറുണ്ട്. ഇവിടെ KVS സംസാരിച്ചപ്പോഴും ഡോക്ടർ മോഹൻ വർഗീസ് സംസാരിച്ചപ്പോഴും അനിൽ ഇടപെട്ട് സംസാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു മര്യാദ എന്നോടും കാണിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡോക്ടർ ഹരി, ശരിയാണ്, ഞാൻ സാധാരണ സമ്മതിക്കാൻ അനുവദിക്കാറ്. പക്ഷേ താങ്കളെപ്പോലുള്ള KVS സമാനമായിട്ടുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഡോക്ടർ GV ഹരിയിൽ നിന്ന് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നതൊന്നും പറയാനല്ലല്ലോ ഞാൻ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ നിലപാട് കേൾക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ്, അങ്ങനെ പറയാൻ അനുവദിക്കും, സമയം കളയല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. ഞാൻ അതിന് മറുപടി പറയാൻ അങ്ങനെ സമ്മതിക്കുന്നില്ല, അതാണ് പ്രശ്നം. അത് ബഹളം വെച്ച് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ കുറച്ചു കാലമായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് അങ്ങയുടെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ വിലയിരുത്തുന്നത്.
അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം ചാനൽ നമ്പറിന് വിവരമില്ല എന്നല്ല, അങ്ങക്ക് ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ചാനലിരുന്ന് അങ്ങക്ക് ഇത് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് ചോദിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ശ്രീ രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന നിലപാടുകൾ തന്നെയായിരിക്കും അദ്ദേഹം ലോകത്ത് എവിടെ പോയാലും എടുക്കുന്ന നിലപാട്. അതിനകത്ത് അവിടെ ചെല്ലുമ്പോൾ ഒരു നിലപാട്, ചൈനയിൽ ചെല്ലുമ്പോൾ വേറൊരു നിലപാട് എന്നൊരു നിലപാട് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. അദ്ദേഹം ഇതുവരെ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ അദ്ദേഹം ഒരു വെള്ളം ചേർക്കലുകളും നടത്തിയിട്ടില്ല എന്നെനിക്ക് 100% ഉറപ്പാണ്. അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എടുത്തിരിക്കുന്ന നിലപാട്, BJPക്ക് എതിരായിട്ട് എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ആ മറുപടി അല്ലാതെ വേറൊരു മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇത് രാജ്യത്തിനോടോ രാജ്യത്തിൻ്റെ ഭരണഘടനയോടോ ഉള്ള നിലപാട് വിരുദ്ധത ഒന്നുമല്ല. ഇവിടെ ഈ രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുത്തിരിക്കുന്നൊരു സമീപനം, തെറ്റായ സമീപനത്തിനെതിരായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം അത് ഇന്ത്യക്കകത്തും വെച്ച് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് രാഷ്ട്രവിരുദ്ധ നിലപാടായിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പുറത്തുപോയി പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പറയട്ടെ, എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ. വീണ്ടും ഇടപെടരുത്. ഈ സിഖുകാർക്ക് ഇവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിനുള്ള മറുപടി, അവരുടെ അടയാളങ്ങളുമായി ഇവിടെ പറ്റുന്നില്ല എന്ന ഒരു പരാമർശം, പ്രസ്താവന എന്നെങ്കിലും ഇവിടെ ഭാരതത്തിൽ നിന്നുകൊണ്ട് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ നൂറുകണക്കിന്. അത് സിഖുകാരുടെ കാര്യം മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ രാജ്യത്തുള്ള ഒരു പ്രത്യേക വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള വിഭാഗങ്ങൾക്ക് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന നിലപാടിനനുസൃതമല്ലാത്ത സമീപനമാണ് രാജ്യം ഭരിക്കുന്ന BJP സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് സിഖുകാരുടെ കാര്യത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ല എന്നാണ് അദ്ദേഹം പല ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഈ രാജ്യത്തിന്റെ, അവിടെയാണ് KVS പറഞ്ഞത്, ഞാൻ ഇവിടെ മതവിശ്വാസി അല്ലെന്ന്. ശ്രീ KVS അറിയാവുന്ന പോലെ ഞാനൊരു നല്ല മതവിശ്വാസിയാണ്. മതത്തിനെ അങ്ങേയറ്റം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ പറയുന്നത് രാജ്യത്തിന് അതാ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടന, സ്റ്റേറ്റ് എന്ന് പറയുന്നതിനാണ് സെക്കുലറാണ് സ്റ്റേറ്റ്. ആ സെക്കുലർ സമീപനം സ്റ്റേറ്റ് സ്വീകരിക്കാതെ വരുന്നതിനെയാണ് ഞാനടക്കമുള്ള ആളുകൾ വിമർശിക്കുന്നത്. ഞാൻ ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യമല്ല പറയുന്നത്. എനിക്കോ ഡോക്ടർ മോഹൻ വർഗീസിനോ KVSനോ അനിൽ നമ്പ്യാർക്കോ മതം ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു അങ്ങനെയല്ല, കാശ്മീരിൽ അങ്ങനെയല്ല, സെക്കുലർ ആണെങ്കിൽ നോക്കൂ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നല്ലോ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മതവിശ്വാസം അദ്ദേഹത്തിന് സ്വീകരിക്കാം, അതിനകത്തൊരു സംശയമില്ല. അത് ആ ഓരോരുത്തരും ആരാധനാ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ രീതികൾ, കസ്റ്റംസ്, റിച്വൽസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇത് പാലിക്കണം. ഇപ്പം ഞാൻ ഗുരുദ്വാരയിൽ പോയാൽ ആ ഗുരുദ്വാരയിൽ സുവർണ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ മുടി മറച്ചേ എനിക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിനൊരു സംശയമില്ല. അല്ലല്ല, നോക്കൂല്ല, അപ്പൊ നിങ്ങൾ അപ്പൊ അത് അനിൽ നമ്പ്യാര് ഇവിടെ കാശി പോവാത്തോണ്ടാണ്. അനിൽ നമ്പ്യാര് കാശി പോവാത്തോണ്ടാണ്. ഞാൻ കാശി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് 5 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അനിലോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ളൂ. അവിടുത്തെ ഭസ്മധാരണം, ഞാൻ പറയട്ടെ, ഭസ്മധാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. അതിനകത്തൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അവിടെ ഭസ്മധാരണം എന്ന് പറയുന്നത് കാശിയിലെ ഏറ്റവും കാശി വിശ്വാസ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മതവിശ്വാസികളാൽ, ഹിന്ദു മതവിശ്വാസികളാണെങ്കിൽ അവൻ ഭസ്മം ധരിച്ചിരിക്കും. അതിനകത്ത് സംശയമില്ല. അത് രാഹുൽ ഗാന്ധി ധരിച്ചാൽ അത് ഭസ്മം വാരിപ്പൂശി പോകുന്നതാണെന്ന് മാത്രം പറയുന്ന ഒരു സമീപനമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ സമീപനത്തിനകത്ത് അന്നും ഇന്നുമുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിന്റെ ഒരു വെള്ളം ചേർക്കലുമില്ല. അത് അമേരിക്കയിൽ ചെന്നാൽ അദ്ദേഹം സത്യം പറയും. അപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന സമീപനം അതെന്താണ്? അദ്ദേഹത്തോട് എന്താ നിങ്ങൾ കാണിച്ചത്? രാജ്യത്ത് അദ്ദേഹത്തോട് വ്യക്തിപരമായി എന്താ നിങ്ങൾ കാണിച്ചത്? അദ്ദേഹം ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എങ്ങനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? ആ ഇല്ലാതാക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഈ സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും വിജയിച്ച ഏക MP അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അത് 1ഉം 2ഉം 1500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല ജയിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ, ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സമീപനത്തോടുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ പോകുമ്പോൾ അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ളതാണ്. അദ്ദേഹം ആരോടാണ് സംവദിക്കുന്നത്? അവിടെയുള്ള വളരെ പ്രോഗ്രസീവായ വിദ്യാർത്ഥികളോടാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഉത്തരം പറയും. ആ ഉത്തരത്തിനകത്ത് സത്യമുണ്ടെങ്കിൽ ആ സത്യം നമ്മൾ തിരുത്തി, അത് തെറ്റാണെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ സ്റ്റേറ്റ് തയ്യാറാവട്ടെ. സ്റ്റേറ്റ് അത് തയ്യാറാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സമീപനം. എന്താ അദ്ദേഹം പറയുന്നത്? രാജ്യത്തിൻ്റെ ഭരണഘടന. അദ്ദേഹം എന്ത് ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ട് പോയത്? രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയി. രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഇവിടെ നടപ്പാക്കണമെന്ന് പറയുന്നതാണോ രാജ്യവിരുദ്ധത? അതൊരിക്കലും രാജ്യവിരുദ്ധ. ഡോക്ടർ മോഹൻ വർഗീസ് പറയട്ടെ, അത് രാജ്യവിരുദ്ധതയാണോ?
അത് രാജ്യവിരുദ്ധതയല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ആ ഭരണഘടനയെ മാറ്റാൻ ശ്രമിച്ചത്, നിങ്ങൾ BJP ആ ഭരണഘടനയെ മാറ്റാൻ ശ്രമിച്ചതിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഭരണഘടന ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയില്ല. ഈ ഭരണഘടന എന്ന് പറയുന്നത്, ഈ ഭരണഘടന ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് കോൺഗ്രസ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസും 300ഓളം ആളുകൾ 2 വർഷക്കാലവും 11 മാസക്കാലവും 18 ദിവസവും എടുത്ത് ചർച്ച ചെയ്ത് ഈ രാജ്യത്ത് ഉണ്ടാക്കിയതാണ്. അത് ഒരാളുടെ മാത്രം കോൺട്രിബ്യൂഷൻ ആയിട്ടൊന്നും ഞാൻ കണക്കാക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന നിലനിൽക്കണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുന്നു രാജ്യത്തെ BJP എന്ന് അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹം പറയും. അതിനകത്തെ സംശയം വിദേശ രാജ്യങ്ങൾ എന്തിന് പ്ലാറ്റ്ഫോം ആക്കണം? അല്ല, അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ അനിൽ അവിടെ ചെല്ലുന്നു, അനിലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, അനിലിന് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? ഇല്ലാത്ത കാര്യം പറയാൻ പറ്റുമോ? ഇപ്പൊ ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ താമസിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കള്ളത്തരം പറയാൻ പറ്റുമോ? അദ്ദേഹം ഗംഭീരാണെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞില്ലേ പറ്റൂ? ഞാനാണെങ്കിലും പറഞ്ഞില്ലേ പറ്റൂ? ഇന്ത്യ അലയൻസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചല്ലോ, അത് സാമൂഹ്യ മാധ്യമം കണ്ടല്ലോ അല്ലേ? എന്താണ് അപ്പൊ അദ്ദേഹം പറയുന്നു, അത് ഇന്ത്യ അലിയൻസ് എന്ന് പറയുന്നത് BJPയുടെ അങ്ങനെ ഒരു ഇത് കോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോരെ, എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കൃത്യമായ മറുപടി പറയാൻ പോലും പറ്റിയില്ല. ഞാൻ പറയട്ടെ 2-3 കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യമാണ് അനിലിനോട് ചോദിച്ചത്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഞാൻ പറയട്ടെ, ഒരു പതർച്ചയില്ല. നോക്കൂ, ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പതർച്ചയുമില്ലാതെ അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആ സമീപനത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിനകത്ത് എതിർക്കുന്ന ആളുകളോടും അദ്ദേഹത്തിന് സ്നേഹമുള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയും? നമ്മളെല്ലാവരോടും എടുക്കേണ്ട ഒരു സമീപനം അത് പോസിറ്റീവായിട്ടുള്ള സമീപനമാണ്. അതിനകത്ത് ജാതി, മത, വർഗ, ജെൻഡർ ഇതൊന്നും വരാൻ പാടില്ല. അത് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നതാണ്. എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന വലിയ ആശയം. അത് ലോകത്തിന് ബാധകമാണെന്നേ. നമുക്ക് ശത്രു രാജ്യം എന്നൊരു സങ്കല്പം പോലും അദ്ദേഹത്തിന്റെ മനസ്സിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയം അതാണ്. ആ ആശയത്തെയാണ് ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. ടു ബി ഫ്രാങ്ക്, ഇതിലൊന്നും ഒരു പോസിറ്റിവിറ്റി ഞാൻ കാണുന്നില്ല. അത് അനിലിന്റെ പ്രശ്നമാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമല്ല, അത് അനിൽ നമ്പ്യാരുടെ പ്രശ്നമാണ്. അതിനകത്ത് പോസിറ്റിവിറ്റി കാണാത്തത്. ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, അല്ല, ഒന്നാമത് ചോദ്യം, ലോക സമസ്ത സുഖിനോ ഭവന്തു പോസിറ്റീവ് അല്ലേ? എനിക്ക് മറുപടി പറയൂ. ലോക സമസ്ത സുഖിനോ ഭവന്തു പോസിറ്റീവ് അല്ലേ? അതെ, ആ സമീപനമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലുമല്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സമീപനം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവരും സുഖമായി ജീവിക്കണമെന്നാണ്. അത് മനുഷ്യർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ പോലും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നിലപാട്, ഞങ്ങളുടെ സമുന്നതനായ നേതാവാണ് ഞങ്ങളുടെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് വിട്ടുപോയത്. കോൺഗ്രസ് വിട്ടുപോയവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അല്ലെ, പോയവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എങ്ങനെ അകത്തേക്ക് തിരിച്ചു വരാം എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. പോയവർ പോട്ടെ എന്ന സമീപനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്, അന്നും ഇന്നും എന്നും. അത്രേ ഉള്ളൂ. കെ വി സരിദാസ്, 4 മിനിറ്റ് കൂടി ശേഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ് താങ്കളുടെ. അതായത് ഈ ദേശവിരുദ്ധരായിട്ടുള്ള 4 പേരാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. കോൺഗ്രസിൻ്റെ DK ശിവകുമാർ, അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുണ്ട്, പിന്നെ നമ്മുടെ കമൽ ഹാസനുണ്ട്. ഇവർ 3 പേരും എല്ലാവരും ഒരേ വേദിയിലാണ് ഉള്ളത്. ഞാൻ അതിലേക്ക് അതിലേക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഹരി എന്തെല്ലാം പറഞ്ഞ് ന്യായീകരിച്ചാലും ഈ അദ്ദേഹത്തിൻ്റെ US സന്ദർശനം നൽകുന്ന ഒരു മെസ്സേജ് എന്താ? ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചു, വിദേശത്ത് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊരു ധാർമ്മികതയുടെ ഭാഗം കൂടിയാണ്. വിദേശത്ത് പോയിട്ട് ഇന്ത്യയെ ഇകഴ്ത്തി സംസാരിക്കാൻ, ഇന്ത്യയെ അപമാനിച്ച് സംസാരിക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. ഞങ്ങൾ അതിന് മുതിർന്നിട്ടില്ല ഒരു കാലത്തും. ഇന്ത്യയുടെ നിലപാടിനെ പ്രകീർത്തിക്കാനേ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ നേതാക്കന്മാർ. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ളത് ഒരു നിരാശയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ബാധിക്കുന്നത് നിരാശയാണ്.
3 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർട്ടിയെ നയിച്ചു. 3 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 100 MP ഉണ്ടാക്കാൻ കഴിയുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഇനി ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് നടത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിനും പ്രതീക്ഷയില്ല. അപ്പോൾ ആ നൈരാശ്യം, നരേന്ദ്രമോദിയോടുള്ള നൈരാശ്യം, BJPയോടുള്ള വിരോധം, ഇങ്ങനെ പക ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന പൊട്ടി പുറത്തു വരിക. അതിനുപദേശിക്കാൻ ചില വിദൂഷക സംഘങ്ങളുണ്ട് വിദേശത്ത് ചെല്ലുമ്പോൾ. അവരുടെ ട്രാക്ക് റെക്കോർഡ് പലപ്പോഴും സംശയാസ്പദമായിരുന്നില്ലേ? ഇപ്പോൾ സോറോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കുള്ള ബന്ധം, അതെ, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഘടനയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ? സോറോസിൻ്റെ നിലപാടുകൾ, അത് ISIS-ഉം ജിഹാദി ശക്തികളും സോറോസും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? എന്തുകൊണ്ട് ഓസ്ട്രേലിയ സോറോസിനെ അവിടെ കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത്? അപ്പൊ അത്തരം ഒരു ദേശവിരുദ്ധ ശക്തിയുടെ ലോബിയുടെ ഭാഗമാകാൻ, ആ ലോബിയിൽപ്പെട്ട ഒരു UPA സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങളിലൊക്കെ ചെന്ന് പെട്ടിയിരുന്നു. അതും മറന്നുകൂടാ. ഇന്ന് അവരൊക്കെ ചിലരൊക്കെ നാട് വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്നും ഭരണമില്ലെങ്കിൽ നിവൃത്തിയില്ല എന്നതാണ് സ്ഥിതി. ജനങ്ങളുടെ പിന്തുണ കിട്ടണ്ടേ? ഇത്രയും വലിയ മുന്നണി ഉണ്ടാക്കിയിട്ടും എത്ര സീറ്റ് കിട്ടി? ഇന്നും ഇവരെ താലോലിക്കുന്നത്, ഇവരെ ഫണ്ട് ചെയ്യുന്നത് പോലും അന്വേഷിക്കപ്പെടേണ്ടുന്ന കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കൂറും നീതിയുമായിരിക്കണം പുറത്തു പോയിട്ട് പലപ്പോഴും ഈ നടത്തുന്ന പ്രസ്താവനകളിലുള്ളത്. അത് അപകടം പിടിച്ചതാണ്. ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല, ഇന്ത്യയുടെ സംസ്കാരം അതല്ല. പണ്ട് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാ, വിദേശ ബന്ധമുള്ളവരെ സൂക്ഷിക്കണമെന്ന്. മഹാരാജാവിന് കൊടുത്ത ഉപദേശമാണ്, രാഷ്ട്രത്തിന് കൊടുത്ത ഉപദേശമാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ പ്രസ്താവനകളും നിലപാടുകളും കാണുമ്പോൾ നമുക്ക് പലതും ചിന്തിക്കേണ്ടി വരുന്നു, പലതും ആലോചിക്കേണ്ടി വരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ആരെയും. പക്ഷേ ഈ രാജ്യത്തിനൊപ്പം നിൽക്കാനുള്ള ബാധ്യതയും ചുമതലയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനുണ്ട്. പഴയ ഒരു കോൺഗ്രസ് നേതാവല്ല അയാൾ. കോൺഗ്രസിൻ്റെ സെക്രട്ടറി വൈസ് പ്രസിഡന്റായി നടന്ന സമയത്ത് നടത്തിയ പ്രസ്താവനയല്ല ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്നതും അതല്ല കാണേണ്ടതും. അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ബാധ്യതയും ചുമതലയും കോൺഗ്രസിനുണ്ട്, അതിൻ്റെ നേതാക്കന്മാർക്കുണ്ട്. ഇത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ വെളിപാടുകൾ. ഇപ്പോൾ ഇന്നൊരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. ചൈന ഈ അടുത്ത കാലത്ത് 4000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി തട്ടിക്കൊണ്ടുപോയി എന്ന്. ചൈന ഇന്ത്യയുടെ ഭൂമി തട്ടിക്കൊണ്ടുപോയത് മുഴുവൻ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്താണ്. 57 മുതൽ 32,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി അവരുടെ കൈവശമുണ്ട്. 62-ലെ യുദ്ധമായപ്പോൾ അത് മുഴുവൻ അവരുടെ സ്വന്തമായി. POK കൊടുത്തത് 947-ലാണ്. ആ POKയുടെ ഒരു ഭാഗം കൂടി ചൈനയ്ക്ക് കൊടുത്തു പാകിസ്ഥാൻ. ഇന്ത്യയുടേതെന്ന് അവകാശപ്പെടുന്ന ഭൂപ്രദേശം ചൈനയ്ക്ക് കൊടുത്തത് പാകിസ്ഥാനാണ്. അതിന് അവസരം ഉണ്ടാക്കിയത് നെഹ്റുവിൻ്റെ ഭരണകാലമാണ്. അതുകൊണ്ട് ഇന്ത്യ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 1 ഇഞ്ച് ഭൂമി ഒരു വിദേശ ശക്തിക്കും കയ്യിലടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇന്ത്യയുടെ അഭിമാനം. അതിർത്തി സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിദേശത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ കള്ളത്തരവും കൂടി പറയരുതെന്ന് രാഹുൽ ഗാന്ധി ഉപദേശിക്കണം കോൺഗ്രസ്സുകാർ എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഭാരതം എന്ന വികാരം DNA-യിലുള്ള ഒരാളും ഇത്തരത്തിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ നടത്തില്ല, പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട്. അതുകൊണ്ട് രാഹുലിന് ഈ തെറ്റ് മനസ്സിലാവില്ല, കാരണം അദ്ദേഹം ആരുടെയൊക്കെയോ കളിപ്പാവയായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ്സെങ്കിലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കോൺഗ്രസ്സിനെങ്കിലും ദേശ അനുകൂല നിലപാട് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.